നിരവധി സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഓരോ സ്വകാര്യ ആശുപത്രിയും വ്യത്യസ്ത തരത്തിലുള്ള ഫീസാണ് ഈടാക്കുന്നത്. ഇതിൽ ഗവൺമെൻറ് ഒരു ഫീസ് ഒരു മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ ഈ സർക്കാരിനോടൊപ്പം നിൽക്കണം. ജനങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതേസമയം സ്കൂൾ കലോത്സവത്തിന് അധിക ദിവസങ്ങൾ ഇനിയില്ല. തേക്കൻകാട് മൈതാനമായിരിക്കും പ്രധാന വേദിയാകുക. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. രണ്ട് വിഭാഗം തൊഴിലാളികളുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യം, അത് വളരെ അർഹത അർഹിക്കുന്ന ആവശ്യമാണ് എന്നെനിക്ക് പത്രസമ്മേളനത്തിൽ പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് വലുതും ചെറുതുമായിട്ടുള്ള നിരവധി സ്വകാര്യ ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ വന്ന് അന്തർദേശീയ മാനേജ്മെൻറ്റുകൾ, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ അവർ ഈ ആശുപത്രികൾ വാങ്ങി അവരിഷ്ടം പോലെ ഫീസ് നിശ്ചയിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാശുപത്രിയിലും ഒരേ നിലയിലുള്ള ഫീസല്ല വാങ്ങുന്നത്. ഒരേ അസുഖത്തിന് തന്നെ പല നിലവാരത്തിലുള്ള ഫീസാണ് വാങ്ങുന്നത്. നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിവർത്തികേട് കൊണ്ട് ഈ ആശുപത്രിയിൽ ചെന്ന് എത്തുകയാണ്. പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ ഒരു വലിയ സ്വകാര്യ ആശുപത്രിയുടെ പേര് പെട്ടെന്ന് മനസ്സിൽ വരും. ആ ആശുപത്രിയിൽ കൊണ്ട് ചെല്ലും. ഗവൺമെൻറ് ആശുപത്രികളിൽ എക്സ്പെൻസ് അവിടെ എടുത്താൽ 1 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട ചികിത്സാ ചിലവ് ഇവിടെ ആകുമ്പോൾ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. ഇത് നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ആശുപത്രികളുടെ എല്ലാ സംവിധാനങ്ങളും ഓടിച്ചുകൊണ്ട് പോകുന്നത് തൊഴിലാളികളാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖലയിലെ ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം 1 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കാൻ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 2200ഓളം സ്വകാര്യ ആശുപത്രികളിലായി ജോലി ചെയ്യുന്ന 1,13,000 ജീവനക്കാരുടെ വേതന സുരക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 2018 മിനിമം വേതന നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് നിലവിൽ ഭൂരിഭാഗം ആശുപത്രികളിലും 2013 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വേതനമാണ് നൽകി വരുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട കോടതിയും ഈ ജീവനക്കാരുടെ ദയനീയ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഇത് പരിഹരിക്കുന്നതിനായി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച മിനിമം വേതന കമ്മിറ്റി 2023 ഡിസംബർ മുതൽ 2025 മെയ് വരെ വിവിധ ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ മാനേജ്മെൻറ്റ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകാത്തതിൽ സമവായത്തിലെത്തുവാൻ സാധിച്ചില്ല. ഇതിൽ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചാൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ പിന്നെ കോടതിയാണ് അടുത്ത ശരണം. പാവപ്പെട്ട ജീവനക്കാർക്ക് സുപ്രീം കോടതിയിൽ നിന്നും അഡ്വക്കേറ്റുമാരെ കൊണ്ടുവന്ന് വാദിക്കാനുള്ള സ്ഥിതിയില്ല. അപ്പോൾ അവർ വളരെ കഷ്ടപ്പെടുകയാണ്. അതിൽ അവർക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ്. 2013 നിരക്ക് അടിസ്ഥാനത്തിൽ നാമമാത്രമായ വർധനമാണ് മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ചത്. എന്നാൽ തൊഴിൽ വകുപ്പ് മുന്നോട്ട് വെച്ച 2013 നോട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള 60% വർധനവ് എന്ന നിർദ്ദേശം മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അത് നിരാകരിക്കുകയാണുണ്ടായത്. തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി 2025 ഡിസംബർ 27 എൻ്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത വ്യവസായ ബന്ധ സമിതി യോഗത്തിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ നിലവിലെ ജീവിത സാഹചര്യത്തിൽ ഒരു തൊഴിലാളിക്കോ കുടുംബത്തിനോ ജീവിച്ചു പോകുവാൻ ഉതകുന്ന തരത്തിലുള്ള വേതന ഘടനയല്ല മാനേജ്മെൻറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് സർക്കാർ വിലയിരുത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് 1948 മിനിമം വേതന നിയമത്തിലെ സെക്ഷൻ 5-ൽ 1B പ്രകാരം സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം പരിഷ്കരിച്ചുകൊണ്ട് 1 മാസത്തിനുള്ളിൽ ഔദ്യോഗിക ഗസറ്റിൽ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ വകുപ്പ് സെക്രട്ടറി കർശന നിർദ്ദേശം നൽകുകയുണ്ടായി. ഇന്ന് ഗവൺമെൻറ് നിക്ഷിപ്തമായ ഒരു നിയമമാണ്. തൊഴിലാളികൾക്ക് കാലാനുസൃതമായ വേതനം ഉറപ്പാക്കുവാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. കാരണം ഇത് മാനേജ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ യോഗത്തിൽ വരാതിരിക്കുക, വന്നാൽ തന്നെ അടുത്ത യോഗത്തിൽ വരാതിരിക്കുക, അങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക. ഇതിൻ്റെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഞാനത്
അങ്ങനെ ഒരു വാശിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇടയായത്. അപ്പോൾ അതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലെ മാനേജ്മെൻറ്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഈ ഗവൺമെൻറ് തീരുമാനത്തോട് സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. തൊഴിലാളി ദ്രോഹ നടപടി എടുക്കാൻ വേണ്ടി പാടില്ല. ആശുപത്രികൾ നല്ലവണ്ണം നടത്തിക്കൊണ്ട് പോവുകയും ഓരോ ആശുപത്രികൾക്കും തനതായ പേരുണ്ടാക്കി തരുന്നതിൽ ആശുപത്രിയിലെ ജീവനക്കാർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഡോക്ടർമാർ വഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഈ ജീവനക്കാരും വഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സഹകരിക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കുവാൻ ഉള്ളത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ആഭരണ വിൽപ്പന രംഗത്ത് 2-3 തരത്തിലുള്ള മാനേജ്മെൻറ്റാണുള്ളത്. വൻതോതിൽ ആഭരണം വിൽപ്പന നടത്തുന്നവർ, പിന്നെ അങ്ങനെ 2ാം നിര, 3ാം നിര, 4ാം നിര എന്നുള്ള നിലയിലൊക്കെയാണ് പോകുന്നത്. പണ്ട് ചാലയിൽ, നമ്മൾ തിരുവനന്തപുരം ചാലയിൽ മുഴുവൻ സ്വർണ്ണക്കടയായിരുന്നു. അതെല്ലാം ഇപ്പം വെറും കണ്ണാടി മാത്രമേ ഉള്ളൂ, സ്വർണ്ണമില്ല. അതെല്ലാം മെയിൻ റോഡിലെ വലിയ വലിയ കടകളായി മാറി. അപ്പോൾ പിന്നെ ആ രംഗത്ത് തൊഴിലാളികളുണ്ട്, പാരമ്പര്യ തൊഴിലാളികളാണ്. അത് പരസ്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. പാരമ്പര്യമായിട്ടുള്ള തൊഴിലാളികൾ നിർമ്മിച്ച പിന്നെ ആഭരണമാണ്, പണിക്കൂലി ഫ്രീ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പരസ്യമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ തൊഴിലാളിക്ക് അവന് മിനിമം വേതനം കൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. ആഭരണ നിർമ്മാണ മേഖലയിൽ തൊഴിലാളിയുടെ ക്ഷേമം മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കിയ സെസ് പിരിവ് നിയമ നടപടികളിലൂടെ തടസ്സപ്പെടുത്തുന്ന ജൂവലറി ഉടമകളുടെ നടപടി പ്രതിഷേധാർഹമാണ്. 2010 നിലവിൽ വന്ന കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി നിയമപ്രകാരം 10 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള ജൂവലറി ഉടമകൾ 0.25% സെസ് അടയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ ഉടമകൾ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും 97 കേസുകൾ നൽകി സ്റ്റേ വാങ്ങുകയും ചെയ്തു. 97 പേർ കേസ് കൊടുക്കാൻ പോയി, പാവപ്പെട്ട തൊഴിലാളികൾക്കെതിരായിട്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 2017 മുതൽ 2019 വരെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പലതവണ യോഗങ്ങൾ ചേർന്നിരുന്നു. ഈ ചർച്ചയിലെ ഒത്തുതീർപ്പ് പ്രകാരം 20 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ളവരിൽ നിന്ന് പുതിയ ആഭരണങ്ങളുടെ വിൽപ്പനയ്ക്ക് മാത്രം 0.1% സെസ് ഈടാക്കുവാൻ തീരുമാനമായി. അവർ കൂടെ സമ്മതിച്ചതാണ്. ഈ ഇളവുകൾ അംഗീകരിച്ച് സെസ് അടച്ചുകൊള്ളാമെന്ന് ഉടമകൾ സർക്കാരിന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഉടമകളുടെ ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 2019 ഡിസംബറിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി. എന്നാൽ നൽകിയ വാക്ക് ലംഘിച്ചുകൊണ്ട് ജൂവലറി ഉടമകൾ വീണ്ടും കോടതിയെ സമീപിക്കുകയും 2037 കേസുകൾ ഫയൽ ചെയ്ത് സെസ് പിരിവ് തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2037 കേസുകൾ തടസ്സപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഇടപെടലിൽ കോടതി കുറച്ചും കൂടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കേണ്ട തുക തടഞ്ഞു വയ്ക്കുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാവില്ല. ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നതാണ്. തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ടുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അതിനാൽ ആഭരണ തൊഴിലാളികളുടെ ക്ഷേമം കണക്കിലെടുത്ത് ഫയൽ ചെയ്ത കേസുകൾ അടിയന്തരമായി പിൻവലിക്കുവാനും സെസ് അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ഉടമകൾ തയ്യാറാവണം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2023 ജനുവരി മാസം 14 മുതൽ 18 വരെ തൃശ്ശൂർ ജില്ലയിൽ വെച്ച് നടക്കുകയാണല്ലോ. തൃശ്ശൂർ തേക്കൻകാട് മൈതാനമാണ് പ്രധാനപ്പെട്ട വേദിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ആകെ 25 വേദികളിലായി മേള നടക്കുക. 5 ദിവസങ്ങളായി നടക്കുന്ന ഈ കലാമാമാങ്കത്തിൽ 249 ഇനങ്ങളിലായി ഏകദേശം 15,000 മത്സരാർത്ഥികൾ മാറ്റിവെക്കും. വിധി നിർണയം സുതാര്യമാക്കുവാൻ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. മത്സരങ്ങൾ പരാതിരഹിതവും നീതിയുക്തവുമാക്കുവാൻ വിധികർത്താക്കളുടെ തിരഞ്ഞെടുപ്പിൽ കർശനമായ മാനദണ്ഡങ്ങൾ ഇത്തവണ നടപ്പാക്കുകയാണ്. കേരള കലാമണ്ഡലം, സംഗീതനാട അക്കാദമി, മാപ്പിള കലാ അക്കാദമി തുടങ്ങിയ പ്രമുഖ സർക്കാർ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ നിന്നും യോഗ്യരായ വിധികർത്താക്കളുടെ വിദഗ്ധ പാനൽ ക്ഷണിച്ചിട്ടുണ്ട്. മികച്ച വിധികർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സെൽ വിധികർത്താക്കളുടെ മുൻകാല പരിചയവും ബയോഡേറ്റയും വിശദമായി പരിശോധിച്ചാണ് അന്തിമ പാനൽ തയ്യാറാക്കുന്നത്. വിധി നിർണ്ണയത്തിൽ അപാകതകൾ ഒഴിവാക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട വിധികർത്താക്കളുടെ പേരും ഫോൺ നമ്പരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് വിജിലൻസ് കൈമാറുകയും അവരുടെ നിരീക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. വിധി നിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട് ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച് അടുത്ത യുവജനോത്സവം
അടുത്ത യുവജനോത്സവത്തിൽ ഈ നിയമാവലിയിൽ ആവശ്യമായ ഒരു ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുകയാണ്. കുട്ടികളെയും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളും അതുപോലെ രക്ഷകർത്താക്കളും കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും അവർ കുറച്ചുകൂടി അച്ചടക്കത്തോടു കൂടിയും അതുപോലെ പക്വതയോടുകൂടിയും ഒരു മത്സരമാണ് നടക്കുന്നത് എന്നുള്ളത്, മത്സരം നടക്കുമ്പോൾ 1, 2, 3 എന്നുള്ള നിലയിൽ മാത്രമേ നിശ്ചയിക്കാൻ കഴിയുള്ളൂ എന്നും തൻ്റെ കുട്ടിക്കാണ് മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടേണ്ടതെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിക്ക് മാറ്റം വരുത്തിയാലേ മതിയാവും. സ്ഥലമുണ്ടായിരിക്കും, എന്തിനാണ് വട്ടിയൂർക്കാവിലെ ആ സ്ഥലത്ത് തന്നെ ഓഫീസ് വേണമെന്ന് VK പ്രസാദ് സ്റ്റഡി ചെയ്യുന്നത്? അവിടെ ഓഫീസ് എടുത്താൽ പോലെ മണ്ഡലത്തിൽ തന്നെയുള്ള സ്ഥലമല്ലേ എന്നാണ് ശബരിനാഥൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിൽ യാതൊരു ന്യായവും നീതിയില്ലാത്ത പ്രഖ്യാപനമാണ്. ഈ സംസ്ഥാനത്തെ 140 MLA-മാർക്കും ബന്ധപ്പെട്ട ഓഫീസുകൾ, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികൾ അവരുടെ അനുവാദത്തോടുകൂടി തൻ്റെ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. എനിക്ക് പാപ്പനംകോട് ജംഗ്ഷനിൽ പാപ്പനംകോട് സർവീസ് സഹകരണ സംഘമാണ് സൗജന്യമായി അവരുടെ ബോർഡും തീരുമാനിച്ച് ഒരു റൂം തന്നിട്ടുണ്ട്. എനിക്ക് 2 ഓഫീസുണ്ട്. മറ്റൊന്ന് തിരുവല്ലത്താണ് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. അത് സർക്കാർ സ്ഥാപനമല്ല, സ്വകാര്യ സ്ഥാപനമാണ്. ഇതങ്ങനെ തെറ്റായി ധരിച്ചുകൊണ്ട് ഈ ബോൾ ഉണ്ടാക്കുന്നതാണ്. ഇതിലൊരു ഒരു ഗൗരവമുള്ളൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ അവർക്കത് ആദ്യം ബോധ്യപ്പെട്ടല്ലോ. ബോധ്യപ്പെട്ട് അവർ രണ്ടാമത് ചെന്ന് പ്രശാന്തിട്ട് സംസാരിച്ചു. പ്രശാന്ത് അത് അവരുടെ അനിയനെ പോലെയാണെന്ന് പറഞ്ഞു. അവർ ഒരുമിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പോയതാണല്ലോ. ഈ ശബരിനാഥിന് മറ്റത്തൂർ തിയറി ഉണ്ടല്ലോ. ആ തിയറി പ്രകാരം ഉള്ള ഒരു സഹായം കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനമായിരിക്കും. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തോന്നിവാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവർ ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ. അപ്പം അതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് അധ്യാപനമൊന്നും അല്ല റഹീമിനെ അറിയാവുന്നുള്ള ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കാര്യങ്ങൾ. നമ്മളെല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പം ജനപ്രതിനിധി ആവുന്നവർ എല്ലാവരും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്നൊന്നും നിർബന്ധമൊന്നും ഒരിടത്തും പറയുന്നില്ലല്ലോ. ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത്. അയാളോടെ പോയല്ലോ, അവിടെ നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി അയാളോടെ പോയല്ലോ. ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത്. അല്ലാതെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു തെറ്റ് ആയിപ്പോയുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി തെളിയിക്കുന്നത് വാക്കുകളിലെ എല്ലാ അലങ്കാരത്തിലല്ലോ, പ്രവൃത്തിയിലല്ലേ. അത് MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ നിർവഹിക്കും. അത് ചിലപ്പോൾ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. പക്ഷേ പ്രത്യേകം അഴിമതി കാണിക്കാൻ പോകുന്നില്ലെന്നുള്ളൊരു അത് ഈ സൈബർ ആക്രമണം എന്നല്ലേ പറഞ്ഞത്. ഈ സൈബർ അക്രമികൾ പറയട്ടെ, ഇവരെല്ലാം പൊതുപ്രവർത്തനം നടത്താൻ പറ്റാത്തവരാണ്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അഴിമതി ഉണ്ട് എന്താണെന്ന് പറയട്ടെ. അത് നമുക്ക് ചർച്ച ചെയ്യാം. മറ്റത്
മുമ്പ് EMS കളിയാക്കുമായിരുന്നു. അതിന് എന്ത് മറുപടി പറയാനാണ്? VS അച്യുതാനന്ദനെ പോലെ കേരളം കണ്ട സമസ്ത ജനങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ പടം ഒരു ബ്ലോക്ക് ഓഫീസിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വെച്ചത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞാൽ അതെല്ലാം അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. മര്യാദകേടാണ് കാണിച്ചത്. അവരുടെ നേതൃത്വം ഇടപെട്ട ശേഷം ഈ മര്യാദകേട്ടിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി പറയണം. അതാണ് പറയാനുള്ളത്. അവരുടെ അന്വേഷണ സംഘം അവർക്ക് അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പത്മകുമാർ CPMൻ്റെ പ്രവർത്തകനാണ്. അങ്ങനെ ആണെങ്കിൽ പോലും അതിലൊന്നും ഒരു തടസ്സവും നിൽക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഗവൺമെൻറ് വളരെ സുതാര്യമായി കാര്യം നടത്തണമെന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിരവധി ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം പുറത്തു വന്നതോടുകൂടി നേരത്തെ വെല്ലുവിളിച്ചവരുടെ വെല്ലുവിളിയുടെ ശബ്ദം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ കോൺഗ്രസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ സെക്യൂരിറ്റിയും പ്രോട്ടോക്കോളും ഒക്കെ തന്നെ ഉള്ള ആളുടെ മഹതിയുടെ അടുത്ത് ഈ പോറ്റിയെ സ്വർണ്ണക്കള്ളൻ പോറ്റിയെ കൊണ്ടുപോയത് ആരാണെന്നുള്ള വിവരം ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ രമേശ് ചെന്നിത്തല ഇടയ്ക്ക് പറഞ്ഞു ആരാണെന്നുള്ള വിവരം നമുക്ക് വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹമല്ല, രമേശ് ചെന്നിത്തലല്ല, വേറെ ആരാണ് കൊണ്ടുപോയി. പിന്നെ ഈ ആ പോയതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അതെല്ലാം അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം പോയിരുന്നെങ്കിൽ പ്രസാദം കൊണ്ടു കൊടുക്കാൻ പോയെന്ന് പറയാം. നിരന്തരമായി പോകുമ്പോൾ എന്തെങ്കിലും ഇടപാടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള വിവരം ജനങ്ങൾ സംശയിച്ചാൽ അത് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. മറ്റത്തൂർ തിയറി അവർ കേരളത്തിലാകെ നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് രണ്ടുപേർക്കും ലാഭം ഉണ്ടാവണം. BJPക്കും കോൺഗ്രസിനും ലാഭം ഉണ്ടാവുന്ന രൂപത്തിൽ പിന്നെ മറ്റത്തൂർ തിയറി, അങ്ങനെ ഒരു തിയറിയിൽ നിന്ന് തന്നെ ഇപ്പോൾ വന്നേക്കുകയാണ്. വടക്കേന്ത്യയിലൊക്കെ തന്നെ ഇത് നടപ്പിലാക്കി വിജയിച്ചിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിമാരും MP-മാരും MLA-മാരിലെ കൂട്ടത്തോടെയിലേക്ക് മാറിപ്പോകുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിനോടുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടില്ലാതായി. കാരണം ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മതേതരത്വത്തിന് എന്നുള്ള നിലയിലാണല്ലോ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടി കുറേ പേരെങ്കിലും ഇനിയും തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഇനി മതേതരത്വത്തിന് വോട്ട് ചെയ്യല്ല, അതനുസരിച്ച് BJPക്ക് കൊടുക്കുന്ന വോട്ട് മതേതരത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള വിവരം ആൾക്കാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യുന്ന കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്നവൻ ആ തരത്തിൽ നിൽക്കുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ല. VD സതീശന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? രമേശ് ചെന്നിത്തല ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? സോണിയാഗാന്ധിക്ക് പോലും ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിച്ചു വന്നവൻ കോൺഗ്രസിൽ തന്നെ നിൽക്കുമോ എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടും അത് BJPയും RSSനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഈ പ്രശ്നത്തെ കാണണമെന്നുള്ളതാണ് പറയാനുള്ളത്. ആർ ശ്രീലേഖയുടെയും VK പ്രശാന്ത് MLA-യുടെയും കോർപ്പറേഷൻ കെട്ടിട വിവാദത്തിൽ ശബരിനാഥ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ശബരിനാഥും ഒക്കെ ഒരു BJP അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നാണ് ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം പ്രതികരിച്ചത്. റഹ്മാൻ ഇംഗ്ലീഷ് അറിയില്ല എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ആക്രമണം നടത്തുന്നവർ വലിയ രീതിയിലുള്ള ഒരു നടപടി നേരിടാൻ വേണ്ടി തയ്യാറാവണം. അതുകൂടാതെ ഇവരൊക്കെ വലിയ ഒരു പണ്ഡിതന്മാരാണ് എന്നുള്ള ഒരു ധാരണ ഇവർക്കൊക്കെ ഉണ്ട്. അത് ഒക്കെ തന്നെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.